രാഹുൽ, ഇവിടെ ഇപ്പം നിലവിൽ ഇപ്പോൾ കേസിന്റെ ഭാഗമുള്ള സ്ക്രീൻഷോട്ടുകൾ, ഓഡിയോ ക്ലിപ്പുകൾ ഒട്ടനവധി ഉണ്ട്, ഒന്നും രണ്ടൊന്നുമല്ല. അതിൽ രാഹുൽ ഈ പറഞ്ഞ വിവാഹാഭ്യർത്ഥന നടത്തുന്നു, എന്താണ് ഗർഭിണിയാക്കണം എന്ന് പറയുന്നു, ഐവന്നമ്മയ്ക്ക് പ്രഗ്നന്റ് എന്നൊരു മെസ്സേജുള്ള ചാറ്റുണ്ട്. ഞാൻ ആ വിഷയത്തിന്റെ കേസിന്റെ മെറിറ്റിലേക്ക് വല്ല, അത് കേസിൽ പ്രതിപാദിക്കുന്ന വിഷയമാണ്. ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞ ശ്രീ ഹാഷ്മി, താങ്കൾ പറഞ്ഞ ഭാഗം സാമ്പത്തിക ആരോപണം എന്ന് പറയുന്നത് അവരുടെ പരാതിയിലില്ല. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് മറുപടി പറയാൻ പറ്റുന്നത്. ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ 1-2 കോടതി ഇടപെടലുകൾ നടത്തുന്നുണ്ട്. നമുക്ക് വീണ്ടും ഇരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഇനി ഓപ്പൺ അപ്പ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഓപ്പൺ അപ്പ് ചെയ്യാൻ തന്നെയാണ് ഇരിക്കുന്നത്. 1-2 കോടതി ഇടപെടലുകൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകും. ആ ക്ലാരിറ്റി ഉണ്ടാകാത്തതിന്റെ ബാക്കി ഞാൻ ചോദിക്കുന്നത്, ആ ചാറ്റിൽ ഐവന്നമ്മയ്ക്ക് പ്രഗ്നന്റ് ശ്രീ ഹാഷ്മി, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അതായത് ഞാൻ എങ്ങും പോകുന്നില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ ഞാൻ ക്ലാരിറ്റി വരുത്തുന്നുണ്ടല്ലോ. കേസുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ, 1-2 ഇടപെടലുകൾ, താങ്കൾ ചോദിച്ച വിഷയം അടക്കമുള്ള 1-2 ഇടപെടലുകൾ, നിയമപരമായ ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ ഇനിയും എനിക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ഞാൻ വളരെ സൂക്ഷിച്ചാണ്. കാരണം അതിൽ നിന്ന് അടർത്തിയെടുത്ത് മാറ്റാൻ പാടില്ലല്ലോ. വളരെ കൃത്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും കൺവിൻസിങ് ആകുന്ന രീതിയിൽ, നിങ്ങൾക്ക് എത്രയാണോ കൺവിൻസിങ് ആകുന്നത് അത്രയും നേരം ഇരുന്ന് ഒന്ന് നിയമപരമായും അല്ലാതെയും ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. രാഹുൽ കോൺഫിഡൻ്റായി പറയുന്നത് പോലെ, ഇപ്പോൾ ജാമ്യ ഹർജിയിൽ വാദിക്കുന്നത് പോലെ ഇതെല്ലാം എന്താണ് കൺസെൻസറോടുകൂടി അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധപ്രകാരം ഒന്ന് തന്നെ വാദത്തിന് സമ്മതിക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന ചാറ്റുകളിലൊക്കെ രാഹുൽ ഇവരോട് സംസാരിക്കുന്നത് ദയാരഹിതമാണ്, ഒരു എമ്പതി ഇല്ലാതെയാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ബാക്കി എന്തോ ആവട്ടെ, ആവശ്യത്തിന് മനുഷ്യനാണ് എന്നൊരു ബോധ്യം ഇല്ലാതെ പോകുന്നുണ്ട്. ശ്രീ ഹാഷ്മി, രാഹുൽ അസഭ്യം വിളിക്കുന്നുണ്ട്. ശ്രീ ഹാഷ്മി, രാഹുലാൽ ബാധിതയായ ഒരു പെൺകുട്ടിയോട് അനുതാപൂർവ്വം പെരുമാറുന്ന ബാധ്യത രാഹുലിനുണ്ട്, ഒരു മനുഷ്യനുണ്ട്. ശ്രീ ഹാഷ്മി, അതിൽ എത്രമാത്രം എന്നാൽ ബാധ്യതയാണെന്ന് നിങ്ങൾക്ക് കേസിന്റെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകുമെന്നേ. എനിക്കതിന്റെ മുഴുവൻ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ടല്ലേ പറയുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് കുറച്ച് സമയം കൂടെ തരൂ. ആ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് സമയം കൂടെ തരൂ. ഇതൊക്കെ ഇല്ലെന്നാണ് അവർ പറയുന്നത്. കുറച്ച് സമയം കൂടെ തരൂ. നിങ്ങളുടെ മുന്നിൽ ഞാൻ ജീവിച്ചിരിക്കുകയല്ലേ. ഞാൻ മരണപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ ജീവിച്ചിരിക്കുകയല്ലേ. ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി വരും ദിവസം. കേസ് റിലേറ്റഡ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കേസ് റിലേറ്റഡ് ആണല്ലോ. കേസ് റിലേറ്റഡ് അല്ലാത്ത എന്തും ചോദിച്ചു. രാഹുൽ, നമുക്ക് അങ്ങനെ സിമ്പിളായി പറഞ്ഞു പോകാൻ കഴിയുന്നതല്ല. സിമ്പിളായി പറഞ്ഞു പോകാൻ കഴിയുന്നതല്ല. അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇപ്പൊ താങ്കളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാം. താങ്കളുടെ ചോദ്യത്തിന് എനിക്ക് കൃത്യമായി മറുപടി പറയാം. ആ മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല. ജീവിതം ഇങ്ങനെ തുലാസിലായ ശ്രീ ഹാഷ്മി, താങ്കളുടെ ചോദ്യത്തിന് ഞാൻ അടുത്ത ഘട്ട മറുപടി പറഞ്ഞാൽ അത് വേറൊരു കേസാണ്. അതുകൊണ്ടാണ് എനിക്ക് മറുപടി പറയാൻ റിസർവേഷൻ ഉള്ളത്. ഞാൻ താങ്കളോട് ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എനിക്ക് കേസുമായി സംസാരിക്കാൻ റിസർവേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബോധ്യമാകും, നന്നായി ബോധ്യമാകും. രാഹുൽ പറയുന്നത്, ഞാനിപ്പം ഷഹനാസിന്റെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായതുപോലെ, ഹണി ഭാസ്കറിന്റെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായതുപോലെ, റിനിയുടെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായതുപോലെ ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകും. ഇനി രണ്ടാമത്തെ കേസിന്റെ ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് ആ ഒന്നാമത്തെ കേസിലെ താങ്കൾ ചോദിക്കുന്ന ഭാഗം കേസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് മാത്രം എനിക്ക് മറുപടി പറയാൻ പറ്റാത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.